ഞാൻ സ്മോക്ക് ചെയ്യായിരുന്നു. എൻ്റെ മോള് ജനിച്ച സമയത്തൊക്കെ അന്ന് കാറിലൊക്കെ വലിക്കുമ്പോൾ മോളെ ഇങ്ങനെ വെച്ചിട്ട് വലിക്കരുത്, അത് അടുത്തുള്ള കുട്ടികൾക്കല്ലേ ഇതെന്ന് പറഞ്ഞിട്ട് അത് അപ്പം തൊട്ട് എനിക്കതായി പിന്നെ ഒരൊറ്റ വലിച്ചെറിഞ്ഞ് കളഞ്ഞതാണ്. പിന്നെ കുറേ ദിവസത്തേക്ക് നമുക്ക് എത്രയും സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ആൾ നിർത്തുമ്പോൾ ഒരു വിഷമം തോന്നുമല്ലോ. പിന്നെ ഞാൻ വലിച്ചിട്ടില്ല. എൻ്റെ മോൾ അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞുകൂടി പിന്നെ ഞാൻ വലിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് എന്നെ ഞെട്ടിച്ചേട്ടോ. ഞാൻ ജയറാമേട്ടൻ എന്ന് പറഞ്ഞപ്പോ നല്ലൊരു ക്ലാസി സാരിയൊക്കെ ഉടുത്ത് സാരിയോ? ഞാൻ ഞാൻ മുണ്ടെടുത്ത് വരുന്ന ഞാൻ ജയറാമേട്ടൻ മുണ്ട്. കാരണം ഞാൻ ചക്കിയുടെ ഇന്റർവ്യൂസ് കാണുമ്പോൾ ചക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പയ്ക്ക് മുണ്ടല്ലാതെ ഒരു ജീവിതം ഇല്ല. ഇനി സ്വിറ്റ്സർലൻഡിൽ പോയിട്ടാണെങ്കിൽ അപ്പം മുണ്ടെടുത്ത് തണുത്ത് വിറച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ലോകത്ത് എവിടെ പോയാലും എന്നെ പിള്ളേരും കളിയാക്കുന്ന കാര്യം അത്. ഈ മുണ്ട് കൊടുത്ത് കാലത്തൊരു ചന്ദനക്കുറിയും തൊട്ട് ഇങ്ങനെ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കുക. ചന്ദനക്കുറി മാത്രമല്ല, എന്നും ചക്കി പറയും രാവിലെ എണീറ്റ് എന്നും കുളിക്കുകയും ചെയ്യുന്നു. എത്ര തണുപ്പാണെങ്കിലും അതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മൈനസാണ്. ഞാൻ എപ്പോഴും പോയാലും എനിക്ക് ഒരു ദിവസം 2 നേരമെങ്കിലും ഞാൻ കുളിക്കും. പറ്റിയാൽ വൈകുന്നേരം കുളിക്കാതെ കിടക്കുക എന്നുള്ളതിനെ കൂടെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഞാനും അവരുമായിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതാവുന്നത്. ഒന്ന്, ഞാൻ കാലത്ത് 6 മണിക്ക് ശേഷം ഞാൻ ബെഡിൽ കിടക്കില്ല. ഇനി അതെന്തായാലും എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. അവരാണെങ്കിൽ 12, 1 മണിയല്ല വിളിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ കിടന്നുറങ്ങുന്ന ആൾക്കാരാണ്, അമ്മയും 2 മക്കളും. അപ്പോൾ ഞങ്ങളിനി എവിടെയെങ്കിലുമൊക്കെ പോയാൽ നമ്മളൊരു പുതിയ രാജ്യത്ത് പോകുമ്പോൾ പുതിയ കാഴ്ചകൾ കാണുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രഭാതം കാണുക, നടക്കാൻ പോവുക, പുതിയ കാണുക. അതിപ്പോൾ എനിക്കെന്തെങ്കിലും ഞാനൊരു കാലത്ത് തന്നെ കുളിച്ച് ഒരു മുണ്ടും മുളച്ച് കുത്തി ഞാനതിലേങ്ങാനും നടന്നിങ്ങനെ പോവും. ഇവരെണീക്കുമ്പോഴത്തേക്ക് ഒരു 12 മണിയാകുമ്പോൾ തിരിച്ചു വന്നാൽ മതിയല്ലോ. അങ്ങനെ അപ്പത്തേക്ക് ഒരു പകുതി കൺട്രിയൊക്കെ അങ്ങനെ ഒരു വലിയ തമാശ ഉണ്ടായിട്ടുണ്ട്. സാൾസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, സൗണ്ട് ഓഫ് മ്യൂസിക് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടില്ലേ, ജർമ്മനിയുടെ തൊട്ടുപുറത്തായിട്ട് വരും. അപ്പം ഞങ്ങൾ വിയന്നെ താമസിച്ചിട്ട് വിയന്ന, പ്രാഗ്, ഈ സാൾസ്ബർഗ് ഓരോ ദിവസം ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ ഞങ്ങൾ. അപ്പോൾ സാൾസ്ബർഗിൽ ഒരു 5 ദിവസം താമസിച്ചു. ചുറ്റും മലകളാണ്, ഐസ് മൗണ്ടൻസ് ആണ്. സൗണ്ട് ഓഫ് മ്യൂസിക്കുള്ള സിനിമ കണ്ടറിയാം. അതെ, നടുക്കുള്ളൊരു ചെറിയ ഗ്രാമമാണ്. വേനൽക്കാലത്ത് ഒരു വിൻ്റർ നന്നായിട്ട് വരുന്ന സമയത്ത് 3 മണിക്ക് സൺസെറ്റാണ്. ഉച്ചയ്ക്ക് 2:30 മണി തൊട്ട് 3 മണിക്കുള്ള സൺസെറ്റാണ്. വെളുപ്പിന് 4 മണിക്ക് സൺറൈസ് ആവും, 3:30, 4 മണിക്ക്. അപ്പോൾ ഇവർ കിടക്കുന്നത് കറക്റ്റ് ഏകദേശം ഒരു വെളുപ്പാൻ കാലത്ത് 3 മണിക്ക് മുമ്പ് കിടക്കും. എണീക്കുമ്പോൾ ഉച്ചയ്ക്ക് 2 മണിയാവും. ഇവർ നോക്കുമ്പോൾ എപ്പോഴും സാൾസ്ബർഗിൽ ഇരുട്ടാ. ഇന്നേ വരെ ഒരു സൂര്യൻ കണ്ടിട്ടില്ല, തിരിച്ചു പോണവരെ. 5 ദിവസം അവിടെ ഉണ്ടായിരുന്നു. 5 ദിവസം ഇതെന്ത് നേരം വെളുക്കാത്ത ഇവിടെ. ഇവർ കിടക്കണം 3 മണിക്ക്, അത് കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത്. 2 മണിക്ക് ഇവർ എണീക്കുമ്പോഴത്തേക്കും സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും. അയ്യോ സത്യോ. അല്ല, ഞാനത് ചക്കി പറഞ്ഞിട്ട് അപ്പൊ എന്നും കുളിക്കും. കാരണം ഞങ്ങളൊന്നും അങ്ങനെ ഡെയിലി കുളിക്കാറില്ല. അങ്ങനെയല്ല ഏട്ടാ, നമ്മൾ ഹെയർ വാഷ് ചെയ്യില്ല. കാരണം ഈ ഹെയർ എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കല്ലേ, ഇതൊക്കെ പോയാ പോയി കഴിഞ്ഞു. പിന്നെ ആൾക്കാരൊന്നും തിരിച്ചറിയില്ല. അതുകൊണ്ട് ജയറാമേട്ടൻ എന്നും കുളിക്കുന്നല്ല. അത് ചോദിക്കുന്നതിന് അപ്പാക്ക് പ്രാന്തുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.